ശ്രീ ടി കെ ശങ്കരനാരായണൻ എഴുതിയ വഴിയോരം എന്ന കഥയാണ് ഇന്ന് പുസ്തക വായനയിൽ. തിരയടിക്കുന്ന വാഹന സമുദ്രങ്ങളെയും തിരക്കിൽ പായുന്ന മനുഷ്യപ്പറ്റങ്ങളെയും മറികടന്ന് അവർ രാജീവും രാഗിണിയും താരതമ്യേന വിജനമായ നിരത്തിലെത്തി. ഹൗസിംഗ് ലോണിന് വേണ്ട കടലാസുകൾ ബാങ്കിൽ ഒപ്പിട്ടുകൊടുത്ത് 2 മാസങ്ങൾക്കുള്ളിൽ ആദ്യ ഗഡു കൈപ്പറ്റുമെന്ന ഉറപ്പിന്റെ ആഹ്ലാദത്തിൽ മടങ്ങുകയായിരുന്നു അവർ. ഈയിടെ മാത്രം വിവാഹിതരായവർ തങ്ങൾക്ക് അണയാൻ പോകുന്ന വീട് എന്ന സ്വപ്നത്തിൽ മുഴുകിയും മതിമറന്ന് നടക്കുകയായിരുന്നു. ഫ്ലാറ്റ് ശരിയായിട്ട് വേണം. അവൾ ഒന്ന് നിർത്തി. ശരിയായിട്ട്? ഒരു കൊച്ചുമാരുതി. നല്ല തമാശ. അയാൾ ചിരിച്ചു. വേറെ എന്തെല്ലാം വാങ്ങാനുണ്ട്? ഒരു വീടിന് വേണ്ടതായി. നിമിഷ നേരം കൊണ്ട് അവളുടെ ഉത്സാഹം അത്രയും കെട്ടു. കോളേജ് വിട്ട് പുറത്തു വന്ന വെറും 21കാരി. അവളുടെ കിനാക്കളിൽ ഒരു കൊച്ചു ഫ്ലാറ്റും കുഞ്ഞിക്കാറും ഭർത്താവിൻ്റെ ചായയുള്ള ഒരു ഉണ്ണിയും മാത്രം നിറഞ്ഞു നിന്നു. സ്വന്തമായ ഒരു ലോകം പടുത്തുയർത്തുമ്പോഴത്തെ ഭാരങ്ങൾ അവൾക്കറിയുമായിരുന്നില്ല. ഉന്മാദം കെട്ട് അവളുടെ മനസ്സ് വായിച്ചിട്ടുന്ന പോലെ അയാൾ പറഞ്ഞു, നമുക്കാദ്യം വേണ്ടത് നല്ലൊരു കട്ടിലില്ലേ? ഓ, കട്ടിൽ. അവളിൽ നാണം പൂത്തു. എപ്പോഴും കട്ടിലിൻ്റെ വിചാരമേ ഉള്ളൂ. നിന്റെ മെനു കാർഡിലെ ആദ്യത്തെ ഐറ്റം ഞാൻ പറയട്ടെ. അയാൾ ഒരു സിഗരറ്റ് കത്തിച്ചു. മിക്സി, അത് കഴിഞ്ഞാൽ ഫ്രിഡ്ജ്, പിന്നെ തേങ്ങ. തെല്ല് ചൊടിച്ചുകൊണ്ട് അങ്ങനെ പറയുമ്പോൾ അവൾ നിരത്തിൻ്റെ നടുവിലായിരുന്നു. ഭാരം കയറ്റിയ ഒരു ലോറി തൊട്ടില്ലെന്ന മട്ടിൽ അവളെ കടന്നുപോയി. അയാൾ നടുക്കം പാളി. റോഡിൻ്റെ ഒരറ്റത്തൂടെ നടക്കാൻ അറിയില്ലേ? അയാളുടെ ശബ്ദമുയർന്നു. തമാശ പറയാൻ കണ്ടൊരു നേരം. എന്തിനാ ഇങ്ങനെ പേടിക്കണേ? പേടിക്കാണ്ട് പിന്നെ ആവശ്യത്തിന് പേടിക്കണം. അല്ലാണ്ട് അറിയാം. പരിഹാസമട്ടിൽ അവൾ ചുണ്ടുകൂട്ടി. കോളേജ് ഗ്രൗണ്ടിൽ ഒരു ഡെഡ് ബോഡി കണ്ട് ബോധം കെട്ട ആളല്ലേ? അയാളൊന്നും പറഞ്ഞില്ല. കോളേജ് ഗ്രൗണ്ടിന് തെക്കേയറ്റം അപ്പോൾ അയാൾ മുന്നിൽ കണ്ടു. നുരയിലും പതയിലും പൊതിഞ്ഞ് വെയിലേറ്റ് കരുവാളിച്ച ഒരു അജ്ഞാത ജഡം. എത്രനാൾ ഉണ്ടില്ല, ഉറങ്ങിയില്ല. നിരത്തിൻ്റെ അരികു ചേർന്ന് നടന്നിട്ടും ഒരു ജീപ്പിൻ്റെ അലറിക്കരച്ചിൽ അവളുടെ കാതടച്ചു. പിന്നിൽ ഒരു ഡബിൾ ഡക്കർ ബസ്സും 2-3 ബൈക്കുകളും പാഞ്ഞു വന്നു. രാഗിണി, കെയർഫുൾ. അവൾ അയാൾക്കൊപ്പം റോഡിൻ്റെ ഏറ്റവും ഓരം ചേർന്ന് തോളുരുമ്മി അങ്ങനെ നടക്കുമ്പോൾ അവൾ പറഞ്ഞു, എൻ്റെ മെനു കാർഡിൽ ആദ്യം മിക്സിയല്ല, ടേപ്പ് റെക്കോർഡറാണ്. സംഗീതാത്മകമായ ഒരു ബൈക്കിൻ്റെ താളം മനസ്സിൽ വീണു. ചുണ്ടിലെ നനുത്ത ഈണത്തിനൊപ്പം മെല്ലെ ബൈക്കോടിക്കുന്ന ചുരുണ്ട മുടിയുള്ള ചെറുപ്പക്കാരൻ. തോളിൽ നീളൻ സഞ്ചിയിൽ ഗിറ്റാർ. ഹൈവേയിലൂടെ മന്നം ഓടിച്ചു പോകുമ്പോൾ ചെറുപ്പക്കാരൻ്റെ ബൈക്കിനും തോൾ കവിയുന്ന ചുരുളൻ മുടിക്കും കയ്യിലെ ഗിറ്റാറിനും ഒരേ താളം. മറക്കാൻ കഴിയുന്നില്ല അല്ലേ എന്ന അർത്ഥത്തിൽ അയാൾ അവളെ നോക്കി. യു സ്റ്റിൽ റിമെമ്പർ ഹിം? നോൺസെൻസ്. അവൾ തോൾ വെട്ടിച്ചു. അങ്ങനെയാണെങ്കിൽ ഞാനിന്ന് രാജീവിൻ്റെ കൂടെ ഇങ്ങനെ നടക്കില്ല. പെണ്ണല്ലേ വർഗം. അയാളുടെ സംസാരം കേട്ട് അവൾക്കൊരു ചെടിപ്പ് തോന്നി. അവളുടെ ഭൂതകാലം ഓർത്തപ്പോൾ അയാൾക്ക് മുറിവേറ്റു. ഈയിടെ മാത്രം വിവാഹിതരായ അവർ വന്നണയാൻ പോകുന്ന വീടിനെ മറന്ന്, പുതുദിന സുഖങ്ങളെ മറന്ന് അസ്വസ്ഥരായും ക്ലാന്തരായും നീങ്ങിക്കൊണ്ടിരുന്നു. കുതിച്ചിരമ്പി വന്ന ഒരു ബൈക്ക് എതിരെ വന്ന ഒരു ജീപ്പിന് വശം കൊടുക്കാൻ വളച്ചപ്പോൾ അവളെ ഒന്ന് തൊട്ടെന്ന് തോന്നി. അയാൾ പിടഞ്ഞുണർന്നു. രാഗിണി! അയാൾ അവളുടെ തോൾ പിടിച്ചു. അങ്ങനെ പേടിച്ചാലോ? അവൾ തോളിൽ പിടി ഒടിവിച്ചു. പെട്ടെന്ന് ഞാൻ ചെറുതായതുപോലെയാക്ക് തോന്നി. ഉടൻ തന്നെ ബൈക്കുമായി ബന്ധപ്പെട്ട ആ ഓർമ്മയിലേക്ക് വീണ്ടും തന്നെ വീണു. എന്നും എവിടെയും തന്നെ വിടാതെ പിന്തുടരുന്ന രൂപം. അയാൾക്ക് അവളോട് കരി തോന്നി. മറക്കാം നമുക്കെല്ലാം. അവസാനം അയാൾ പറഞ്ഞു, ജീവിക്കണമെങ്കിൽ മറന്നേ പറ്റൂ. അവർ നടത്തം തുടർന്നു. വർത്തമാനത്തിൻ്റെ പൊള്ളുന്ന വഴിയിലൂടെ നടക്കുമ്പോൾ വീണ്ടും വീടിനെക്കുറിച്ചായി വിചാരം. ഫർണിച്ചറെല്ലാം വാങ്ങിക്കഴിച്ചിട്ട് മതി നമുക്ക് ഫ്രിഡ്ജും കോപ്പുമൊക്കെ, അയാൾ പറഞ്ഞു. നമ്മൾ 2 പേർക്ക് ഗ്രൈൻഡർ ഒരു അധികപ്പറ്റാണ്, അവൾ പറഞ്ഞു. ആ പൈസയ്ക്ക് വാഷിംഗ് മെഷീൻ വാങ്ങാം. എല്ലാം കൂടി ഫ്ലാറ്റിന് 7 ലക്ഷം വരും. അയാൾ കണക്ക് കൂട്ടി. 3.5 ലോൺ കിട്ടും. 1 ലക്ഷം എൻ്റെ കയ്യിലുണ്ട്. ബാക്കി 1 ലക്ഷം എൻ്റെ ചേട്ടൻ തരും. പിന്നെ കുറച്ച് ഓർണമെൻറ്റ്സ് പ്ലഡ് ചെയ്യാം. അയ്യോ! റോഡിൻ്റെ ഒരറ്റത്ത് നോക്കി അയാൾ നിലവിളിച്ചു. അയാൾക്ക് തൊട്ടു മുന്നിൽ പൊട്ടിപ്പൊളിഞ്ഞ ഒരു ജഡം കിടന്നു. ഏതോ വണ്ടിച്ചക്രം കയറി ജഡത്തിൻ്റെ മുഖം വീണ്ടു കീറിയിരുന്നു. രോമാവൃതമായ മാറിലും കൈകാലുകളിലും രക്തം വണ്ടറം കിട്ടിയിരുന്നു. രക്തപ്പാടുകളിൽ ഈച്ചകൾ നൃത്തം വെച്ചു. ഇപ്പോൾ അവളും ഒന്ന് ഭയന്നു. നിൽക്കുന്നിടത്ത് ഭൂമി ഇളകുന്നത് പോലെ അവൾക്ക് തോന്നി. മുന്നോട്ടോ പിന്നോട്ടോ നീക്കാൻ കഴിയാത്ത വിധം കാലുകൾ മരവിച്ചിരുന്നു. അകലിൽ നിന്നും ഇരമ്പി വന്ന ഒരു ട്രക്ക് അവർക്ക് മുന്നിലെത്തിയപ്പോൾ അലർച്ചയോടെ നിന്നു. ട്രക്കിന് മുകളിൽ നിന്നും നിക്കറും ബനിയനും ധരിച്ച ഒരാൾ താഴേക്ക് ചാടി. ജഡം പൊക്കിയെടുത്തു. ആ നേരം മുകളിൽ നിന്ന് മറ്റൊരാൾ ട്രക്കിൻ്റെ ഷട്ടർ വലിച്ചു തുറന്നു. പൊക്കിയെടുത്ത ജഡം നിക്കറുകാരൻ ട്രക്കിലേക്ക് വലിച്ചെറിഞ്ഞു. അപ്പോൾ അവർ കണ്ടു ട്രക്കിനുള്ളിൽ മേൽക്കുമേൽ ഒട്ടി കിടക്കുന്ന 4-5 ശവങ്ങൾ. വിവിധ പ്രായത്തിൽ, രൂപത്തിൽ ശവങ്ങൾ അലിഞ്ഞും പൊട്ടിയും കിടന്നു. ജൽദി ജൽദി! ഷട്ടർ താഴെ വീണു. നിക്കറുകാരൻ ട്രക്കിനുള്ളിലേക്ക് ചാടിക്കയറി. അജ്ഞാതമായ ഏതോ നിരത്തുവെക്കിലെ മറ്റേതോ അനാഥജടം ശേഖരിക്കാനായി കോർപ്പറേഷൻ്റെ ശവവാഹനം അതിദ്രുതം പാഞ്ഞു. ഈ കഥ ഇവിടെ അവസാനിക്കുന്നു.